ഹലോ എവ്രി വൺ. നമ്മുടെ പുതിയ ചാപ്റ്ററാണ്. നമ്മൾ ഇന്ന് ഈ ഒരു ക്ലാസ്സിൽ നമ്മുടെ ഒരു പുതിയ ചാപ്റ്റർ തുടങ്ങുകയാണ്. നമ്മുടെ ന്യൂ ചാപ്റ്ററിൻ്റെ പേരെന്താ? ബ്രാഞ്ച് അക്കൗണ്ട്സ്. ബ്രാഞ്ച് അക്കൗണ്ട്സ് എന്നുള്ള ഈ ഒരു ചാപ്റ്ററിൻ്റെയും നമ്മൾ പ്രോബ്ലം പാർട്ടുകളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, തിയോറീസ് നമ്മൾ പ്രീവിയസ് ക്ലാസ്സുകളിൽ പറഞ്ഞിട്ടുള്ളതാണ്. സോ കുറച്ച് പ്രോബ്ലംസ് വർക്കൗട്ട് ചെയ്യാനാണ് നമ്മൾ ഈ ഒരു വീഡിയോ യൂസ് ചെയ്യുന്നത്. അതിന് മുന്നേ പ്രോബ്ലം പാർട്ടിലേക്ക് കടക്കുന്നതിൻ്റെ മുന്നേ നമ്മളൊന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ബ്രാഞ്ച് എന്താണ്, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ബ്രാഞ്ച് എന്താണ്, ആ മെത്തേഡുകൾ എന്തൊക്കെയായിരുന്നു, അങ്ങനെയുള്ള കാര്യങ്ങൾ ഒന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ബ്രാഞ്ച് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ? വാട്ട് ഈസ് ബ്രാഞ്ച്? ബ്രാഞ്ച് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് എ സെഗ്മെൻറ്റ് ഓഫ് ബിസിനസ്. ഒരു ബിസിനസ് സെഗ്മെൻ്റാണ് ബ്രാഞ്ച് എന്ന് പറയുന്നത്. ആൻഡ് ദ ചെയിൻ ഓഫ് ഷോപ്സ് ഫങ്ഷനിങ് ഇൻ ഡിഫറെൻറ്റ് ലൊക്കാലിറ്റീസ് അണ്ടർ ദി കൺട്രോൾ ഓഫ് ദി ഹെഡ് ഓഫീസ്. ഒരു ഹെഡ് ഓഫീസിൻ്റെ കൺട്രോളിൽ ഡിഫറെൻറ്റ് പ്ലേസസിൽ, ഡിഫറെൻറ്റ് ലൊക്കാലിറ്റീസിൽ ഫങ്ഷൻ ചെയ്യുന്ന ചെയിൻ ഓഫ് ഷോപ്സിനെയാണ് നമ്മൾ എന്ത് പേര് പറയുക? ബ്രാഞ്ച് എന്ന് പറയുക. ഈ ബ്രാഞ്ച് മേ ബി ഡിപ്പെൻഡൻ്റ് ആവാം, അല്ലെങ്കിൽ ഇൻഡിപെൻഡൻ്റ് ആവാം. ഡിപ്പെൻഡൻറ്റ് ബ്രാഞ്ചസ് എന്ന് പറയുന്നത് എന്താ? സ്വന്തമായിട്ട് ട്രാൻസാക്ഷൻസ്, അക്കൗണ്ടിങ് ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യാത്ത, ബുക്സ് ഓഫ് അക്കൗണ്ട്സ് മെയിൻറ്റെയിൻ ചെയ്യാത്ത, അല്ലെങ്കിൽ ഒരു അക്കൗണ്ടിങ് സിസ്റ്റം മെയിൻറ്റെയിൻ ചെയ്യാത്ത, ഇതെല്ലാം ഈ ബ്രാഞ്ചിന് വേണ്ടി ആരാ ചെയ്യുന്നത്? ഹെഡ് ഓഫീസാണ്. അത്തരം ബ്രാഞ്ചുകളെ നമ്മൾ ഡിപ്പെൻഡൻറ്റ് ബ്രാഞ്ചസ് എന്ന് പറയുന്നത്. സോ ഡിപ്പെൻഡൻറ്റ് ബ്രാഞ്ചസിന് എന്തില്ല? ഒരു സെപ്പറേറ്റ് ഒരു എൻറ്റിറ്റി ഇല്ല, അല്ലെങ്കിൽ അവർക്ക് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നില്ല. അവർ അവരുടെ ഹെഡ് ഓഫീസ് തരുന്ന പ്രൊഡക്റ്റുകൾ സെല്ല് ചെയ്യുന്നു, അതിൽ നിന്ന് കിട്ടുന്ന ഇൻകം ഹെഡ് ഓഫീസിന് ഡെയിലി റെമിറ്റ് ചെയ്യുന്നു. അങ്ങനെ ഹെഡ് ഓഫീസിനെ കംപ്ലീറ്റ്ലി ഫുള്ളി ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഇൻഡിപെൻഡൻറ്റ് ബ്രാഞ്ചസ് എന്ന് പറഞ്ഞാലോ സ്വന്തമായിട്ട് ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ഉണ്ട്, അക്കൗണ്ടിങ് ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യുന്നുണ്ട്, സെപ്പറേറ്റ് ആയിട്ട് അല്ലെങ്കിൽ ഇൻഡിവിജ്വലി ഫങ്ഷൻ ചെയ്യുന്നുണ്ട്. അത്തരം ബ്രാഞ്ചുകളാണ് ഇൻഡിപെൻഡൻറ്റ് ബ്രാഞ്ചസ്. ഇനി ഡിപ്പെൻഡൻറ്റ് ബ്രാഞ്ചസിൻ്റെ കാര്യത്തിൽ വരുമ്പോൾ, ആ ഡിപ്പെൻഡൻറ്റ് ബ്രാഞ്ചസിൻ്റെ അക്കൗണ്ടിങ് ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യാൻ ദർ ആർ സെവറൽ മെത്തേഡ്സ്. ഏതൊക്കെയാണ്? ഡെപ്റ്റോ സിസ്റ്റം ഉണ്ട്, സ്റ്റോക്ക് ആൻഡ് ഡെപ്റ്റോ സിസ്റ്റം ഉണ്ട്, ഫൈനൽ അക്കൗണ്ട് സിസ്റ്റം ഉണ്ട്, ഹോൾസെയിൽ ബ്രാഞ്ച് സിസ്റ്റം. ഈ 4 മെത്തേഡുകളുണ്ട്. ഇനി ഈ ഡെപ്റ്റോ സിസ്റ്റത്തിൽ തന്നെ നമ്മുടെ ഫസ്റ്റ് മെത്തേഡിൽ തന്നെ കോസ്റ്റ് പ്രൈസ് മെത്തേഡ്, അതുപോലെ ഇൻവോയ്സ് പ്രൈസ് മെത്തേഡ് എന്ന് പറഞ്ഞ ഫർദർ 2 മെത്തേഡുകൾ കൂടിയുണ്ട്. സോ നമ്മൾ നമ്മുടെ പ്രോബ്ലം പാർട്ടിലേക്ക് എൻ്റർ ചെയ്യുകയാണ്. നമ്മുടെ ഫസ്റ്റ് പ്രോബ്ലം, നമ്മുടെ ആദ്യത്തെ പ്രോബ്ലം ഡിസ്കസ് ചെയ്യുന്നത്, ഡീൽ ചെയ്യുന്നത് കോസ്റ്റ് പ്രൈസ് മെത്തേഡിൻ്റെ, അതായത് ഒരു നോർമൽ പ്രോബ്ലമാണ്. ബ്രാഞ്ച് അക്കൗണ്ടിൻ്റെ ഒരു സിമ്പിൾ സാധാരണ ഒരു പ്രോബ്ലമാണ്. ആ പ്രോബ്ലത്തിലേക്ക് പോകുന്നതിൻ്റെ മുന്നേ കോസ്റ്റ് പ്രൈസ് മെത്തേഡ് എന്താ പറയുകയാണ്? കോസ്റ്റ് പ്രൈസ് മെത്തേഡിൽ നമ്മൾ ഒരു കോസ്റ്റ്, ഗുഡ്സിൻ്റെ കോസ്റ്റ് റെക്കോർഡ് ചെയ്യുന്നത് എങ്ങനെയാണ്? പർച്ചേസ് പ്രൈസ് പ്ലസ് പർച്ചേസ് എക്സ്പെൻസ്, അത് രണ്ടും ആഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് കോസ്റ്റ് പ്രൈസ് കിട്ടണത്. ആ കോസ്റ്റ് പ്രൈസിലാണ് നമ്മൾ എന്ത് ചെയ്യണത്? നമ്മുടെ ഓപ്പണിംഗ് ബാലൻസസ് അല്ലെങ്കിൽ നമ്മുടെ അസറ്റിൻ്റെ വാല്യൂസ് റെക്കോർഡ് ചെയ്യണത്. സ്റ്റോക്ക്, ഡെപ്റ്റോസ് അല്ലെങ്കിൽ ഗുഡ്സ്, ഇതെല്ലാം നമ്മൾ എന്ത് ചെയ്യുന്നു? കോസ്റ്റ് പ്രൈസിലാണ് റെക്കോർഡ് ചെയ്യണത്. സോ ഇവിടെ എന്ത് എലമെൻറ്റ് ആഡ് ചെയ്യുന്നില്ല? നമ്മൾ പ്രോഫിറ്റിൻ്റെ എലമെൻറ്റ് ആഡ് ചെയ്യുന്നില്ല. കോസ്റ്റ് പ്രൈസ് മെത്തേഡ് എന്ന് പറയുന്നത് കോസ്റ്റ് പ്രൈസ് ഈസ് ഈക്വൽ ടു പർച്ചേസ് പ്രൈസ് പ്ലസ് പർച്ചേസ് എക്സ്പെൻസസ്. ഇവിടെ കമ്പനിയുടെ സ്റ്റോക്ക്, ഓപ്പണിംഗ് സ്റ്റോക്ക്, ക്ലോസിംഗ് സ്റ്റോക്ക്, ഗുഡ്സ് സെൻഡ് ടു ദി ബ്രാഞ്ചിലേക്ക് ഹെഡ് ഓഫീസ് സെൻഡ് ചെയ്യുന്ന ഗുഡ്സ്, ഇതെല്ലാം റെക്കോർഡ് ചെയ്യുന്നത് കോസ്റ്റ് പ്രൈസിലാണ്. അവിടെ പ്രോഫിറ്റിൻ്റെ എലമെൻ്റ് ഇല്ല. സോ നമ്മുടെ ഫസ്റ്റ് പ്രോബ്ലം നോക്കാം. നമ്മുടെ ഒന്നാമത്തെ പ്രോബ്ലം, നമ്മുടെ ഫസ്റ്റ് പ്രോബ്ലം വായിക്കുകയാണ്. ദ വിജയലക്ഷ്മി ട്രേഡിംഗ് കമ്പനി ലിമിറ്റഡ് ബാംഗ്ലൂർ ഹാസ് എ ബ്രാഞ്ച് അറ്റ് മാംഗ്ലൂർ. ബാംഗ്ലൂരിലുള്ള വിജയലക്ഷ്മി ട്രേഡിംഗ് കമ്പനി എന്ന് പറയുന്ന ആ ഒരു സ്ഥാപനത്തിന് വേറൊരു ബ്രാഞ്ച് ഉണ്ട്. എവിടെയാണുള്ളത്? മാംഗ്ലൂരാണ്. മാംഗ്ലൂർ അവർക്കൊരു ബ്രാഞ്ച് ഉണ്ട്. ആ മാംഗ്ലൂരുള്ള ബ്രാഞ്ച് എന്ന് പറയുന്നത് ഒരു ഡിപ്പെൻഡൻറ്റ് ബ്രാഞ്ചാണ്. കാരണം എന്താ? The head office pays all expenses except petty expenses. പെറ്റി എക്സ്പെൻസുകൾ അല്ലെങ്കിൽ ചെറിയ സ്മോൾ എമൗണ്ടുകൾ ഒഴികെയുള്ള ബാക്കി എല്ലാ പേയ്മെൻറ്റുകളും, ബാക്കി എല്ലാ എക്സ്പെൻസും പേ ചെയ്യുന്നത് ആരാണ്? ഹെഡ് ഓഫീസാണ്.
Then all cash received by the branch was remitted to the head office daily. ഓരോ ദിവസവും ആ ബ്രാഞ്ചിന് കിട്ടുന്ന പൈസ എമൗണ്ട് അവരുടെ കളക്ഷൻ എന്ത് ചെയ്യുന്നുണ്ട്, ഹെഡ് ഓഫീസിലേക്ക് ഡെയിലി റെമിറ്റ് ചെയ്യുന്നുണ്ട്. ഇനി 2018 എന്ന് പറയുന്ന ഈ ഒരു വർഷത്തെ ഡ്യൂറിങ് ദ ഇയർ 2018 2018 എന്ന് പറയുന്ന ഒരു വർഷത്തെ ആ ബ്രാഞ്ചിൻ്റെയും ഹെഡ് ഓഫീസിൻ്റെയും ട്രാൻസാക്ഷൻസ് ആണ് ഇവിടെ തന്നിട്ടുള്ളത് നമുക്ക് താഴെ. ആ ട്രാൻസാക്ഷൻസ് റീഡ് ചെയ്ത് നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ പ്രോബ്ലം ചെയ്യണം. ഓക്കെ, യെസ്. ഫസ്റ്റ് ഇൻഫർമേഷൻ എന്താ, 2018 ജനുവരി 1 അതായത് ഓപ്പണിംഗ് ബാലൻസുകളാണ് തന്നിട്ടുള്ളത്. 2018 ജനുവരി 1 ആ ബ്രാഞ്ചിൻ്റെ സ്റ്റോക്ക് എത്ര രൂപയാണ്, 7000 രൂപ. ദെൻ ഡെപ്റ്റേഴ്സ് എത്ര രൂപയാണ്, 2000 രൂപ. പെറ്റി ക്യാഷ് എത്രയാണ്, 200 രൂപ. ഈ 2018 എന്ന് പറയുന്ന ആ ഒരു വർഷം ഗുഡ്സ് സെൻഡ് ടു ദി ബ്രാഞ്ച്, ആ ഒരു വർഷം ബ്രാഞ്ചിലേക്ക് ഹെഡ് ഓഫീസ് അയച്ചിട്ടുള്ള സെൻഡ് ചെയ്തിട്ടുള്ള ഗുഡ്സിൻ്റെ വാല്യൂ എത്രയാണ്, 30,000 രൂപ, 30,000 റുപ്പീസ്. ദെൻ അവർക്ക് എന്തുണ്ടായിട്ടുണ്ട്, സെയിൽസ് ഉണ്ടായിട്ടുണ്ട്. ക്യാഷ് സെയിൽസ് 40,000 രൂപയും ക്രെഡിറ്റ് സെയിൽ, അതായത് പൈസ കിട്ടുന്നില്ല അപ്പം തന്നെ, ക്രെഡിറ്റ് സെയിൽ 20,000 രൂപയാണ്. ക്രെഡിറ്റ് സെയിൽ ഉണ്ടാകുമ്പോഴാണ് ആര് ഫോം ചെയ്യണത്, ഏതൊരു ടേം നമ്മൾ ഫെമിലിയർ ആയിട്ടുള്ള ഒരു ടേം വരുന്നു, ഏതാ, ഡെപ്റ്റേഴ്സ്. അതായത് ക്രെഡിറ്റ് സെയിൽ ഉണ്ടാകുമ്പോഴാണ് ആ ഒരു സ്ഥാപനത്തിന് ഡെപ്റ്റേഴ്സ് ഉണ്ടാവുന്നത്. അപ്പോൾ ഇവിടെ 20,000 രൂപയുടെ ക്രെഡിറ്റ് സെയിൽ നടന്നിട്ടുണ്ട്. ഡെപ്റ്റേഴ്സിൻ്റെ കയ്യിൽ നിന്ന് എത്ര രൂപ വരെ ക്യാഷ് അവർക്ക് തിരിച്ചു കിട്ടി, 16,000 രൂപ വരെ ക്യാഷ് തിരിച്ചു കിട്ടി. ഇനി ഗുഡ്സ് റിട്ടേൺഡ് ബൈ ദി ബ്രാഞ്ച് ഹെഡ് ഓഫീസിന് തിരിച്ചു കൊടുക്കുന്ന ഗുഡ്സ്, 30,000 രൂപയുടെ ഗുഡ്സ് ഹെഡ് ഓഫീസ് സെൻഡ് ചെയ്തു. അതിൽ 1000 രൂപയുടെ ഗുഡ്സ് എന്ത് ചെയ്യാണ്, ബ്രാഞ്ച് തിരിച്ചു കൊടുക്കുകയാണ് ഹെഡ് ഓഫീസിന്. ദെൻ റിട്ടേൺ ഫ്രം കസ്റ്റമേഴ്സ്. ഇപ്പോൾ 40,000 രൂപയ്ക്ക് ക്യാഷ് സെയിൽസും 20,000 രൂപയ്ക്ക് ക്രെഡിറ്റ് സെയിലും നടന്നു നമ്മൾ പറഞ്ഞു. 60,000 രൂപയ്ക്ക് എന്ത് നടന്നിട്ടുണ്ട്, നമ്മുടെ സെയിൽസ് നടന്നിട്ടുണ്ട്. പക്ഷേ ആ 60,000 രൂപയ്ക്ക് സെയിൽസ് നടന്നതിൽ 1,500 രൂപയുടെ ഗുഡ്സ് എന്ത് ചെയ്തിട്ടുണ്ട്, റിട്ടേൺ ആയിട്ടുണ്ട്, കസ്റ്റമേഴ്സ് തിരിച്ചു വന്നു. ഇനി നെക്സ്റ്റ് ഇൻഫർമേഷൻ തന്നിട്ടുള്ളത് എന്തൊക്കെ എക്സ്പെൻസുകളാണ് ആ ഒരു വർഷം ഇൻകർ ചെയ്യുന്നത്. നമ്മുടെ വിജയലക്ഷ്മി ലിമിറ്റഡ് എന്ന് പറയുന്ന ആ ഒരു കമ്പനിയുടെ മാംഗ്ലൂർ ബ്രാഞ്ചിന് ചിലവായിട്ടുള്ള എക്സ്പെൻസുകൾ, വേണ്ടി വന്ന എക്സ്പെൻസുകൾ, സാലറി 3,000, റെൻറ്റ് 1,000, പെറ്റി ക്യാഷ് 500. ഈ 3 എക്സ്പെൻസുകളും ഓൾ ടോട്ടൽ 4,500. 3,000 സാലറി, 1,000 റെൻറ്റ്, 500 പെറ്റി ക്യാഷ്. അങ്ങനെ 4,500 രൂപയുടെ എക്സ്പെൻസുകളാണ് വന്നിട്ടുള്ളത്. ആ എക്സ്പെൻസ് പേ ചെയ്യണത് ആരാണ്, ഹെഡ് ഓഫീസാണ്. ചെക്ക് സെൻഡ് ടു ബ്രാഞ്ച് ഫോർ എക്സ്പെൻസ്. ആ എക്സ്പെൻസിനെ ക്ലിയർ ചെയ്യാനുള്ള 4,500 രൂപയുടെ ചെക്ക് ആര് പേ ചെയ്തു, ഹെഡ് ഓഫീസ് പേ ചെയ്തു, ഹെഡ് ഓഫീസ് സെൻഡ് ചെയ്തു. ഇനി പിന്നെ തന്നിട്ടുള്ളത് സ്റ്റോക്ക് അറ്റ് ബ്രാഞ്ച് ഓൺ 31 ഡിസംബർ 2018. ക്ലോസിംഗ് സ്റ്റോക്കുകളാണ് പിന്നീട് തന്നിട്ടുള്ളത്. 2018 ഡിസംബർ ഓപ്പണിംഗ് ബാലൻസുകൾ നേരത്തെ തന്നു, അതേപോലെ ക്ലോസിംഗ് ബാലൻസ് 2018 ഡിസംബർ ആ ഒരു വർഷം അവസാനിക്കുമ്പോൾ സ്റ്റോക്ക് എത്ര രൂപയാണുള്ളത്, 4,000 രൂപയാണ്. ഡെപ്റ്റേഴ്സ് 4,500 രൂപയാണ്. പെറ്റി ക്യാഷ് 300 രൂപയാണ് ഉള്ളത്. നമ്മുടെ അടുത്ത് എന്താ പറഞ്ഞിട്ടുള്ളത്, ക്വസ്റ്റ്യൻ എന്താ, പ്രിപ്പയർ ദ മാംഗ്ലൂർ ബ്രാഞ്ച് അക്കൗണ്ട് ഇൻ ദ ബാംഗ്ലൂർ ഓഫീസ് ബുക്സ്. ഈ മാംഗ്ലൂർ ബ്രാഞ്ച് അക്കൗണ്ട്സ് എന്ന് പറയുന്ന ലെഡ്ജർ അല്ലെങ്കിൽ ആ ഒരു അക്കൗണ്ട് നമ്മൾ എവിടെയാണ് പ്രിപ്പയർ ചെയ്യേണ്ടത്, ഹെഡ് ഓഫീസായിട്ടുള്ള ബാംഗ്ലൂർ വിജയലക്ഷ്മി ട്രേഡേഴ്സിൻ്റെ ബുക്സ് ഓഫ് അക്കൗണ്ടിലാണ് പ്രിപ്പയർ ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ പ്രോബ്ലത്തിലേക്ക് കിടക്കുകയാണ്. കുഞ്ഞിയ പ്രോബ്ലമാണ്, സിമ്പിളാണ്. നമുക്ക് ജസ്റ്റ് 1 അക്കൗണ്ടേ വരയ്ക്കാനുള്ളൂ. ഏതാണ്, മാംഗ്ലൂർ ബ്രാഞ്ച് അക്കൗണ്ട്. അത് വരയ്ക്കുന്നത് എവിടെയാണ്, ഹെഡ് ഓഫീസിൻ്റെ ബുക്സ് ഓഫ് അക്കൗണ്ട്സിലാണ്. സൊല്യൂഷൻ നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഹെഡിങ് എഴുതിയിട്ടുണ്ട്. മാംഗ്ലൂർ ബ്രാഞ്ച് അക്കൗണ്ട് എന്നുള്ള ഹെഡിങ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. 4 കോളംസ് ഉണ്ട്, ഡെബിറ്റ് സൈഡും ക്രെഡിറ്റ് സൈഡും, പർട്ടിക്കുലേഴ്സ് ആൻഡ് എമൗണ്ട് കോളംസ് ആണ്. ഇനി നമ്മുടെ ആദ്യം നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മുടെ പ്രോബ്ലത്തിൽ ആദ്യം തന്നിട്ടുള്ള ഇൻഫർമേഷൻസ് എന്തായിരുന്നു,
ഓപ്പണിംഗ് ബാലൻസസ് ആണ്. അപ്പോൾ നമ്മൾ ആദ്യം റെക്കോർഡ് ചെയ്യണത് എന്താണ് ഓപ്പണിംഗ് ബാലൻസസ് ആണ്. ഓപ്പണിംഗ് ബാലൻസ് റെക്കോർഡ് ചെയ്യുമ്പോഴത്തെ ജേർണൽ എൻട്രി എന്താ? ബ്രാഞ്ച് അക്കൗണ്ട്, ഡെറ്റർ, ടു ബ്രാഞ്ച് സ്റ്റോക്ക്, ടു ബ്രാഞ്ച് ഡെറ്റേഴ്സ്, ടു ബ്രാഞ്ച് പെറ്റി ക്യാഷ്. അപ്പോൾ മാംഗ്ലൂർ ബ്രാഞ്ച് അക്കൗണ്ടിൻ്റെ ബുക്കിൽ ജേർണൽ എൻട്രി എന്താ വരിക? ലെഡ്ജേഴ്സ് എങ്ങനെയാണ് നമ്മൾ പോസ്റ്റ് ചെയ്യുക? ടു ബ്രാഞ്ച് സ്റ്റോക്ക് 7000 രൂപ, ടു ബ്രാഞ്ച് ഡെറ്റേഴ്സ് 2000 രൂപ, ടു ബ്രാഞ്ച് പെറ്റി ക്യാഷ് 200 രൂപ. നമ്മളിപ്പോൾ ഇവിടെ കാണിച്ചിട്ടുള്ള ഈ 3 എമൗണ്ടും എന്താണ്? നമ്മളിവിടെ ഡെബിറ്റ് ചെയ്തിട്ടുള്ള 3 എമൗണ്ടുകളും എന്തിൻ്റെയാണ്? നമ്മുടെ ഓപ്പണിംഗ് ബാലൻസസ് ആണ്. അസറ്റിൻ്റെ ഓപ്പണിംഗ് ബാലൻസുകളാണ് നമ്മൾ റെക്കോർഡ് ചെയ്തിട്ടുള്ളത്. ഇനി നെക്സ്റ്റ് ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച്. ആ ഒരു വർഷം 2018 എത്ര രൂപയുടെ ഗുഡ്സ് സെൻഡ് ചെയ്തിട്ടുള്ളത്? സെൻഡ് ചെയ്തിട്ടുള്ള ഗുഡ്സ് എത്രയാണ്? 30,000 രൂപയുടെ ഗുഡ്സ്. സോ വിജയലക്ഷ്മി ട്രേഡേഴ്സ് മാംഗ്ലൂർ ബ്രാഞ്ചിനാണ് സെൻഡ് ചെയ്യണത്. അപ്പോൾ എന്താ ജേർണൽ എൻട്രി എന്താ വരിക? മാംഗ്ലൂർ ബ്രാഞ്ച് അക്കൗണ്ട് ഡെറ്റർ ടു ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച് അല്ലേ? നമ്മളിവിടെ ജേർണൽസ് എഴുതുന്നില്ല, ഡയറക്റ്റായി ലെഡ്ജറിലേക്കാണ് പോസ്റ്റ് ചെയ്യണത്. സോ അതാണ് ഞാൻ ജേർണൽ ഇന്നതാണെന്ന് പറയണത്. ജേർണൽസ് എഴുതാൻ നമുക്ക് ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടില്ല. ജേർണൽസ് എഴുതി സമയം കളയണ്ട, ഡയറക്റ്റായി ഈ ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്താൽ മതി. അതിന് സിമ്പിളായിട്ട് ഫോം തന്നെയാണ്. ആദ്യം ഓപ്പണിംഗ് ബാലൻസ് റെക്കോർഡ് ചെയ്യുന്നു, ദെൻ ഡെബിറ്റ് സൈഡിൽ നമുക്ക് ആ ഒരു അക്കൗണ്ടിലേക്ക്, ആ ഒരു ബ്രാഞ്ചിലേക്ക് വന്നിട്ടുള്ള ഗുഡ്സിൻ്റെ വാല്യൂ നമ്മൾ എന്ത് ചെയ്യാണ്? റെക്കോർഡ് ചെയ്യാണ്. അപ്പോൾ ഓപ്പണിംഗ് ബാലൻസ് ആയി, ആ വർഷം വന്നിട്ടുള്ള അസറ്റിൻ്റെ വാല്യൂ ആയി. ഇനി ഗുഡ്സ്, ഇനി നെക്സ്റ്റ് സൈഡ് നോക്കുക. ബൈ ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച്, അതായത് റിട്ടേൺ ചെയ്തത്. 30,000 രൂപയുടെ ഗുഡ്സ് വന്നു, അതിൽ 1000 രൂപയുടെ ഗുഡ്സ് എന്ത് ചെയ്തു? നമ്മൾ തിരിച്ചയച്ചു. അപ്പോൾ ബൈ ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച് എത്രയാണ്? 1000 രൂപയുടെ ഗുഡ് നമ്മൾ എന്ത് ചെയ്തു? തിരിച്ചയച്ചു. അതേപോലെ നമ്മൾ ഡെയിലി നമ്മുടെ പേയ്മെൻറ്റുകളും എന്ത് ചെയ്യുന്നുണ്ട്? കൊടുക്കുന്നുണ്ട് ഇല്ലേ? ഓരോ ദിവസം നമുക്ക് എത്ര പേയ്മെൻറ്റ് ഉണ്ടെങ്കിൽ ആ പേയ്മെൻറ്റ് നമ്മൾ കമ്പനിയിലേക്ക്, അതായത് ഹെഡ് ഓഫീസിലേക്ക് തിരിച്ചയക്കുന്നുണ്ട്, ഓരോ ദിവസം റെമിറ്റ് ചെയ്യുന്നുണ്ട്. ഇവിടെ എത്ര രൂപയാണ് ഈ ഒരു മാംഗ്ലൂർ ബ്രാഞ്ചിന് വരുമാനമുള്ളത്? ഈ ക്വസ്റ്റ്യനിൽ നോക്കുക. ക്യാഷ് സെയിൽസ് എത്ര രൂപയാണ്? 40,000 രൂപ. ക്രെഡിറ്റ് സെയിൽ എത്ര രൂപയാണ്? 20,000 രൂപ. ക്രെഡിറ്റ് സെയിൽ 20,000 രൂപ പൈസ കിട്ടിയോ? ഇല്ല. അതിൽ എത്രയാണ് കിട്ടിയിട്ടുള്ളത്? ക്യാഷ് റിസീവ്ഡ് ഫ്രം ഡെപ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ എത്ര കിട്ടിയിട്ടുണ്ട്? 16,000 കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ കയ്യിൽ എത്രയുള്ളത്? 40,000, 16,000, ഓൾ ടോട്ടൽ 56,000 രൂപയാണ് ഈ വർഷം അവർക്ക് കിട്ടിയിട്ടുള്ള വരുമാനം. അപ്പോൾ 56,000 രൂപയല്ലേ അവർ തിരിച്ചയക്കുക. സോ നോക്കാം. ബൈ ബാങ്ക് റെമിറ്റൻസ് എന്ന് കാണാം. ഈ റെമിറ്റൻസ്, ഈ 56,000 എങ്ങനെ കിട്ടിയത്? 40,000 രൂപ എന്ന് പറയണത് ക്യാഷ് സെയിൽസിൽ നിന്ന് കിട്ടിയിട്ടുള്ള എമൗണ്ടും സെയിൽസിൻ്റെ എമൗണ്ടും ദെൻ ഡെപ്റ്റേഴ്സ് പേ ചെയ്തിട്ടുള്ള 16,000 രൂപയും ചേർത്താണ് 56,000 എന്നുള്ളൊരു എമൗണ്ട് ഇവിടെ വന്നിട്ടുള്ളത്. ഇനി ഈ ഒരു വർഷം എന്ത് വന്നിട്ടുണ്ട്? ബ്രാഞ്ചിന് കുറച്ച് എക്സ്പെൻസുകൾ വന്നിട്ടുണ്ട്. ഏതൊക്കെ എക്സ്പെൻസുകളാണ്? സാലറി 3,000, റെൻറ്റ് 1,000, പെറ്റി ക്യാഷ് 500. എക്സ്പെൻസുകൾ നമ്മൾ എവിടെയാണ് കാണിക്കുക? ഡെബിറ്റ് സൈഡിലല്ലേ. സോ എക്സ്പെൻസുകൾ നമ്മൾ റെക്കോർഡ് ചെയ്തു. സാലറി 3,000, റെൻറ്റ് 1,000, പെറ്റി ക്യാഷ് 500, ഓൾ ടോട്ടൽ 4,500 രൂപ. 4,500 രൂപ എക്സ്പെൻസും റെക്കോർഡ് ചെയ്തു. ഇപ്പോൾ ആദ്യം നമ്മൾ എന്ത് ചെയ്തു? 7,000, 2,000, 200 എന്ന് പറഞ്ഞ് നമ്മുടെ അസറ്റുകളുടെ ഓപ്പണിംഗ് ബാലൻസസ് റെക്കോർഡ് ചെയ്തു. ദെൻ ഈ ഒരു വർഷം കിട്ടിയിട്ടുള്ള ഗുഡ്സിൻ്റെ വാല്യൂ 30,000 റെക്കോർഡ് ചെയ്തു. പിന്നെ തിരിച്ചയച്ച ഗുഡ്സിൻ്റെ വാല്യൂ കാണിച്ചു 1,000 രൂപ. ഈ ഒരു വർഷം ഹെഡ് ഓഫീസിന് പേ ചെയ്ത എമൗണ്ട് 56,000 കാണിച്ചു. പിന്നെ ഇവിടെ എക്സ്പെൻസുകൾ എത്രയാണ്? 3 എക്സ്പെൻസുകൾ ഇൻകർ ചെയ്തിട്ടുണ്ട് ഈ ഒരു ഇയറിൽ. ആ 3 എക്സ്പെൻസുകൾ റെക്കോർഡ് ചെയ്തു. ഇനി ഓപ്പണിംഗ് ബാലൻസ് പോലെ ക്ലോസിംഗ് ബാലൻസും കാണിക്കണം വേണ്ടേ? ക്ലോസിംഗ് ബാലൻസ് കാണിക്കുമ്പോൾ എങ്ങനെയാണ്? ഓപ്പണിംഗ് ബാലൻസ് ഡെബിറ്റ് ചെയ്യുമ്പോൾ ക്ലോസിംഗ് ബാലൻസ് എന്താ ചെയ്യുക? ക്രെഡിറ്റ് ചെയ്യുക. കാരണം ജേർണൽ എൻട്രി എങ്ങനെയാണ് വരിക? ബ്രാഞ്ച് സ്റ്റോക്ക് അക്കൗണ്ട് ഡെറ്റർ ടു ബ്രാഞ്ച് അക്കൗണ്ട്, ബ്രാഞ്ച് ഡെപ്റ്റേഴ്സ് അക്കൗണ്ട് ഡെറ്റർ ടു ബ്രാഞ്ച് അക്കൗണ്ട്, ബ്രാഞ്ച് പെറ്റി ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ ടു ബ്രാഞ്ച് അക്കൗണ്ട്. അപ്പോൾ ബൈ ബ്രാഞ്ച് സ്റ്റോക്ക്, ബൈ ബ്രാഞ്ച് ഡെപ്റ്റേഴ്സ്, ബൈ ബ്രാഞ്ച് പെറ്റി ക്യാഷ് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യാണ്?
അതിൻ്റെ ക്ലോസിംഗ് ബാലൻസസ് നമ്മുടെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളതാണ് 4000, 4500, 300 പറഞ്ഞിട്ടുള്ള ഈ എമൗണ്ടുകൾ. ആ 3 എമൗണ്ടുകൾ നമ്മൾ എന്ത് ചെയ്തു? ക്ലോസിംഗ് ബാലൻസസും റെക്കോർഡ് ചെയ്തു. ദെൻ ഫൈനലി ഡെബിറ്റും ക്രെഡിറ്റും നമ്മൾ എന്ത് ചെയ്യാണ്? ഈ ഒരു ലെഡ്ജറിനെ ബാലൻസ് ചെയ്യാണ്. ബാലൻസ് ചെയ്യുമ്പോൾ കിട്ടുന്ന ബാലൻസിങ് ഫിഗർ നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു. എത്രയാണ് കിട്ടിയിട്ടുള്ളത്? 22,100 രൂപ. സോ ഇത്രയാണ് നമ്മുടെ ഫസ്റ്റ് പ്രോബ്ലം എന്ന് പറയുന്ന കോസ്റ്റ് പ്രൈസ് മെത്തേഡിൻ്റെ ഈ ഒരു ചെറിയ പ്രോബ്ലത്തിൽ പറയണത്. വളരെ എളുപ്പമാണ്. ജേണൽ നിങ്ങളുടെ PPT ആൻഡ് PDF കൃത്യമായി സ്റ്റേറ്റ് ചെയ്ത് തന്നിട്ടുണ്ട്. നിങ്ങൾ ആ ഓഡിയോസും PPTസും PDFസുകളും ഒന്നുകൂടി റെഫർ ചെയ്യുക. സോ ജേണൽ എൻട്രീസ് തറാക്കി വയ്ക്കണം. എന്നാലാണ് നമുക്ക് ജേണൽസ് പ്രിപ്പയർ ചെയ്യാതെ ഡയറക്റ്റായിട്ട് ലെഡ്ജർ അക്കൗണ്ട്സിലേക്ക് പോസ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, അപ്പോൾ നമ്മുടെ ഫസ്റ്റ് മെത്തേഡ് ഇവിടെ കഴിഞ്ഞു. ഡെപ്റ്റോ സിസ്റ്റത്തിൽ ക്യാഷ് പ്രൈസ് മെത്തേഡ്, കോസ്റ്റ് പ്രൈസ് മെത്തേഡ് എൻഡ് ചെയ്തു. നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ദെൻ നമ്മുടെ നെക്സ്റ്റ് ക്ലാസ്സിൽ, അതായത് നെക്സ്റ്റ് വീഡിയോയിൽ ഇൻവോയ്സ് പ്രൈസ് മെത്തേഡാണ്, അതിൻ്റെ പ്രോബ്ലംസാണ് നമ്മൾ ഡിസ്കസ് ചെയ്യണത്.